ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് ഗൈഡൻസ് മെസ്സേജ് ഇന്നത്തെ ഞാൻ നിങ്ങളുടെ പാസ്റ്റ്, പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ എടുക്കാൻ പോവാണ്. ഓക്കെ, നിങ്ങൾ കുറച്ചൊക്കെ ടാരോ വായിക്കുകയും പഠിക്കുകയും ചെയ്യാം. ഓക്കെ, ഞാൻ അനൗൺസ്മെന്റ് മെയിൻ കാര്യം പറയാൻ വിട്ടത്, ഇന്നത്തെ ഒരു സ്പെഷ്യൽ അനൗൺസ്മെന്റ്. ടാരോ ക്ലാസ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ടാരോ പഠിപ്പിക്കൽ. ഓക്കെ, അതായത് നിങ്ങൾക്ക് എങ്ങനെ ടാരോ വായിക്കാം, എങ്ങനെ ടാരോ റീഡ് ചെയ്യാം എന്ന് നിങ്ങൾക്ക് പഠിപ്പിക്കാം. ഓക്കെ, ജസ്റ്റ് സിമ്പിൾ, ഏറ്റവും ബേസിക് ആയിട്ടുള്ള ടാരോ കാർഡ്സിനെ കുറിച്ച്, കാർഡ്സ് എങ്ങനെ, ഓരോ കാർഡിൻ്റെയും മീനിങ് ആൻഡ് അതിനെങ്ങനെ നമ്മൾ ചേർത്ത് വായിക്കും, അത് ബേസിക് കാര്യങ്ങൾ ആയിരിക്കും പഠിപ്പിക്കുക. ഓക്കെ, 2 ലെവലാക്കി വെക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ഞാൻ ബേസിക് ആയിട്ട് തുടങ്ങും. ഓക്കെ, അപ്പോൾ ബേസിക് അറിയാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. അതിൻ്റെ അഡ്വാൻസ് ലെവലിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഓപ്ഷനായിട്ട് കണ്ടിന്യൂ ചെയ്യും. ലൈക്ക് അപ്പോൾ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ജോയിൻ ചെയ്യാം. സോ അങ്ങനെയായിരിക്കും ഞാൻ എൻ്റെ സ്ട്രക്ചർ വയ്ക്കാൻ പോകുന്നത്. സോ ബേസിക് ആദ്യം പഠിപ്പിക്കും, ഒരു 1 കാർഡ് റീഡിങ്, 2 കാർഡ് റീഡിങ്സ് വരെ മാക്സിമം. ഓക്കെ, അത് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് പിന്നെ അഡ്വാൻസ് ലെവലിലേക്ക് വരും. അഡ്വാൻസ് ലെവലിലേക്ക് ലൈക്ക് അപ് ടു 3 കാർഡ്സ് ഞാൻ ബേസിക്കിൽ വയ്ക്കും. അത് കഴിഞ്ഞാൽ 3ന് മേലെയുള്ളത് നിങ്ങൾ ചേർത്ത് വായിക്കേണ്ടത് അഡ്വാൻസ് ലെവലിലേക്ക് വരും. അത് പക്ഷേ ഞാനിപ്പോൾ ബേസിക് കഴിഞ്ഞിട്ടേ അത് ഞാൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. സോ എന്തായാലും ഞാൻ ബേസിക് വെച്ചിട്ടാണ് തുടങ്ങാൻ പോകുന്നത്. ക്ലാസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ഉണ്ട്. സോ നമുക്കങ്ങനെ ഒരു നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക്, പഠിക്കാൻ താല്പര്യമുള്ളവർക്ക്, നിങ്ങൾക്ക് ഇത് എൻ്റെ അടുത്ത് വന്ന റീഡിങ് നോക്കാതെ നിങ്ങൾക്ക് തന്നെ തനിയെ വായിക്കാൻ പറ്റാൻ പോലെ, ഓക്കെ, അറ്റ്ലീസ്റ്റ് അത്യാവശ്യം നിങ്ങൾക്ക് വേണ്ടി ഒരു നമ്മൾ ചെയ്യില്ല, ഒരു കാർഡ് എടുക്കാം, അറ്റ്ലീസ്റ്റ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്തായിരിക്കും എന്നൊരു ഐഡിയ കിട്ടാം. അറ്റ്ലീസ്റ്റ് അത്രയെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഒരു അഡ്വൈസായിട്ട് നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, അതുപോലെ അപ്പോൾ ടാരോനെ കുറിച്ച് മാക്സിമം എനിക്ക് പറ്റുന്നത്, എനിക്കറിയുന്നത് കുറച്ച് സമയം എടുത്തിട്ടായിരിക്കും. ഒരു ടോട്ടൽ 3 months കോഴ്സാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. 3 months എടുക്കും. ആദ്യത്തെ ബേസിക് മേ ബി ഒരു എത്ര ദിവസമാണെന്ന് ഞാൻ അനൗൺസ് ചെയ്യാം. ഞാൻ ആക്ച്വലി എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഇടാം. കുറച്ച് സമയം എടുക്കും എന്തായാലും. ഓക്കെ, അറ്റ്ലീസ്റ്റ് ഒരു 2 to 3 months നിങ്ങൾക്ക് ഫുള്ളായിട്ട് ടാരോ പഠിക്കണമെങ്കിൽ ഒരു 3 months മിനിമം അതിൽ കൊടുത്താലാണ് നല്ലത്. അപ്പോഴേ നിങ്ങൾക്ക് ആ ഡെപ്തിൽ പഠിക്കാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ടാണ്. ഓക്കെ, സോ ഒരു 3 months കൊടുത്ത് നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അതിൽ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് കുറച്ച് ബേസിക് ലെവൽ കഴിഞ്ഞ് അഡ്വാൻസിലേക്ക്, ഫീസ് സ്ട്രക്ചർ അതിനനുസരിച്ച് ഞാൻ ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ പറ്റുന്നവർ ആദ്യം ബേസിക് എടുത്ത ശേഷം താല്പര്യം നിങ്ങൾക്ക് ഉണ്ട്, അറിയണം എന്ന് തോന്നിയാൽ നിങ്ങൾ കൂടുതൽ പഠിച്ചാൽ മതി. സോ അങ്ങനെ 2 ലെവലാക്കി വെക്കാനുള്ള പ്ലാനാണ് എനിക്ക്. എന്തായാലും ബേസിക് തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. താല്പര്യം, ഞാൻ ഡേറ്റ് അനൗൺസ് ചെയ്യുന്നത് February 4th ആണ് ഞാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അറ്റ്ലീസ്റ്റ് നമ്മൾ ഒരു ബാച്ചായിട്ട് കുറച്ച് പേരെങ്കിലും, ഇനിയിപ്പോൾ എത്ര പേര് എൻ്റെ അടുത്ത് വരും എനിക്കറിയില്ല. ഓക്കെ, ലെറ്റ്സ് സീ. ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ ചെയ്യുന്നത്. എന്തായാലും നമുക്കത് വെച്ച് നോക്കാം. താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യാൻ ഞാൻ നമ്പർ കൊടുക്കാം. അതുകൊണ്ട് പേഴ്സണൽ റീഡിങ്സ് ലേശം കുറവായിരിക്കും, ബിക്കോസ് ഞാൻ ഇതിലേക്ക് കോൺസെൻട്രേഷൻ കൊടുക്കണം എന്നുണ്ട് എനിക്ക്. നിങ്ങൾ സ്വയം അവനവന് വേണ്ടി, ഓക്കെ, അത് മാത്രമല്ല നിങ്ങളെ തന്നെ ഒന്ന് കുറച്ച് ബാലൻസ് ചെയ്യാനും എല്ലാം എന്നെക്കൊണ്ട് പറ്റുന്ന ഹെൽപ്പ് എല്ലാം ഞാനതിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ ശ്രമിക്കും. ഓക്കെ, സോ ഐ ഹോപ്പ് താല്പര്യമുള്ളവർ പറയാം. ഞാൻ മെസ്സേജ് നമ്പർ കൊടുക്കാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. പേഴ്സണൽ റീഡിങ്സ് ലേശം കുറവാണ്. ഓക്കെ, എന്തായാലും കുറച്ച് സമയത്തേക്ക് കുറവാണ്. അത് കഴിഞ്ഞിട്ടേ ഞാൻ എടുക്കുള്ളൂ. ഇപ്പോൾ ഒരു 25th ഒക്കെ കഴിഞ്ഞിട്ടേ റീഡിങ്സ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അത് തന്നെ ഇപ്പോൾ ഈ ക്ലാസ്സുമായിട്ട് എനിക്ക് എങ്ങനെ മാച്ച് ചെയ്യണം എന്നുള്ളതൊക്കെ നോക്കണം. തൽക്കാലം ക്ലാസ്സിന് വേണ്ടി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം ആദ്യം. പേഴ്സണൽ റീഡിങ്സും ഞാൻ പറയാം, ഡേറ്റ് ഞാൻ പിന്നീട് പറയാം. ഓക്കെ, സോ ഓക്കെ, സോറി ആൻഡ് താങ്ക് യു എല്ലാവർക്കും. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും. സെൽഫ് ലവ് ബാച്ചസ് ഉണ്ടായിരുന്നു, 4 ബാച്ച് കഴിഞ്ഞു. 5th ബാച്ച് ചെയ്യണമെന്നുണ്ട്. പക്ഷെ ഇതാണ് എല്ലാം കൂടി എനിക്ക് സമയങ്ങൾ ശരിയാവുന്നില്ല, സമയം മാച്ച് കിട്ടുന്നില്ല. അതാണ് ഏറ്റവും വലിയ എൻ്റെ സങ്കടം. നാട്ടിലായിരുന്നാണെങ്കിൽ എനിക്ക് കുറേ കൂടി സമയം കിട്ടുമായിരുന്നു, നിങ്ങൾ ഒരു ഇതാക്കാൻ പറ്റുമായിരുന്നു, മാച്ച് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇവിടെ ആയതുകൊണ്ട് അതൊരു സമയം ഡിഫറൻസിൻ്റെ നല്ലോണം എനിക്ക് പ്രോബ്ലം ഉണ്ട്. എനിക്ക് വിഷമം ഉണ്ടായില്ല, പക്ഷെ ഒരു രക്ഷയില്ല. ഓക്കെ, എന്തായാലും ശരി. അപ്പോൾ നമുക്കിപ്പോൾ തൽക്കാലം ടാരോൻ്റെ ക്ലാസ് താല്പര്യമുള്ളവർ പറയാം. റീഡിങ്സ് ഞാൻ പിന്നീട് പറയാം. ഒരാഴ്ച കൂടെ കഴിയട്ടെ. ഓക്കെ, നോക്കാം. എനിവേ, അപ്പോൾ ഇന്നത്തെ ഞാൻ ആക്ച്വലി എടുക്കാൻ ഉദ്ദേശിച്ചത് ഇന്ന് പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ. ഓക്കെ, അതായത് നിങ്ങളുടെ ഇതുവരെ നിങ്ങൾക്ക് എന്തായിരുന്നു, അല്ലെങ്കിൽ ഇന്നലെ അല്ലെങ്കിൽ ഇതുവരെ എന്തായിരുന്നു കാര്യങ്ങൾ, ആൻഡ് ഇപ്പോഴത്തെ എന്താണ് എനർജി, ആൻഡ് നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്ക് എന്ത് പ്രതീക്ഷിക്കാം എന്ന രീതിയിൽ. ഇത് ഒരു ജനറൽ ആയിട്ട് റീഡിങ് എടുത്തോളൂ, ടൈംലെസ് ആയിട്ട് എടുത്തോളൂ. ഓക്കെ, നിങ്ങൾ കാണുമ്പോൾ എപ്പോഴായാലും ശരി. ഓക്കെ, നിങ്ങൾക്കിത് നെക്സ്റ്റ് ഒരു നമുക്കിത് പിടിക്കുന്നത് എനർജി ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു നെക്സ്റ്റ് 1 month എടുക്കാം. ഓക്കെ, മേ ബി ടിൽ ഫെബ്രുവരി കഴിയുന്നവരെ എന്ന രീതിക്ക് നമുക്ക് കണക്കാക്കാം. ജനുവരി പകുതി ആയുള്ളൂ എന്നാലും. ഓക്കെ, ലെറ്റ്സ് സീ. ഫെബ്രുവരി വരെ ഒരു 1 monthന്റെ റീഡിംഗ് എന്ന് വിചാരിച്ചോളൂ നിങ്ങൾ കേട്ടോ. എനർജി. ഓക്കെ, പാസ്റ്റ്, present
future. ഓക്കെ, പാസ്റ്റിനെ ഒന്ന് ഞാൻ ക്ലാരിഫൈ ചെയ്യാം. പ്രസന്റ് മൊമെന്റിനെ ഓക്കെ ഓക്കെ ഇത് വെച്ചിട്ട് ആദ്യം പറയാം ഞാൻ, എന്നിട്ട് ബാക്കി. ഇവിടെ എനിക്ക് നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് ഫാമിലി അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സുമായിട്ട് അല്ലെങ്കിൽ പാർട്ട്ണറുമായിട്ട് ഫാമിലി മെമ്പേഴ്സുമായിട്ട് എന്ന് പറയാം, ഫാമിലിയിൽ ചില കോൺഫ്ലിക്ട്സ് കാണുന്നുണ്ട്. ഓക്കെ, ഫാമിലി റിലേറ്റഡ് ആണ്. ഫാമിലി റിലേറ്റഡ് നിങ്ങൾക്ക് ഇഷ്യൂസ് നടക്കുന്നുണ്ട്. അത് ചെറിയ ചെറിയ കോൺഫ്ലിക്ട്സ് ആയിരിക്കാം, വലിയ ലൈക്ക് കാര്യങ്ങളൊന്നും ആവണമെന്നില്ല കേട്ടോ. ഓക്കെ, ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കാം. എന്തെങ്കിലും കോൺഫ്ലിക്ട്സ്, വീട്ടിലെപ്പോഴും ഒരു സമാധാനക്കുറവ് എന്ന് പറയാം, വീട്ടിലൊരു സമാധാനക്കുറവ് നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടാവാം. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ മനസ്സിൽ പാസ്റ്റ് എന്ന് മീൻസ് ഇപ്പോൾ ഈ അടുത്ത സമയം വരെ എന്ന രീതിക്ക് എടുക്കാം നമുക്ക്. ഓക്കെ, എന്തെങ്കിലും നടക്കുന്നുണ്ടാവാം. ഓക്കെ, ഇപ്പോഴത്തെ മൊമെന്റിൽ അഗെയിൻ ക്വീൻ ഓഫ് കപ്സ് എനർജിയാണ്. ചിലവർക്ക് ഇത് അമ്മയാവാം, പാരന്റ് ആവാം, വൈഫ് അല്ലെങ്കിൽ ഹസ്ബൻഡ്, രണ്ടും അങ്ങനെ മാറ്റിയെടുത്തോളൂ. ഓക്കെ, ഒരു ലൈക്ക് നിങ്ങളുടെ പാർട്ട്ണർ എന്ന രീതിക്ക് പറയാം, നിങ്ങളുടെ കെയറിങ് ആയിട്ടുള്ള, നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ കെയർ ചെയ്യുന്ന ഒരു വ്യക്തി എന്ന രീതിക്ക് പറയാം. അതിപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡ് ആവാം, വൈഫ് ആവാം, അല്ലെങ്കിൽ അമ്മയോ അച്ഛനോ ആരും ആവാം. ഓക്കെ, കൂടുതലും ഒരു ലേഡി എനർജിയാണ് എനിക്ക് പിക്ക് ചെയ്യുന്ന. ലേഡി എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ലൈക്ക് നിങ്ങളുടെ അമ്മ അല്ലെങ്കിൽ വൈഫ് എന്ന രീതിക്ക് പറയാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളെ തന്നെ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, നിങ്ങളെ തന്നെ റെപ്രസെന്റ്, ഇപ്പൊ നിങ്ങൾ കാണുന്ന ലേഡീസ് ആണെങ്കിൽ ഇത് നിങ്ങളെ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ഒരു സ്ട്രെസ് ആയിട്ട് കാണുന്നുണ്ട്, നിങ്ങളുടെ മേലെ ബേർഡൻ ആയിട്ട് എന്ന് പറയാം, അല്ലെങ്കിൽ ആ പാരന്റിനെ കുറിച്ചുള്ള ടെൻഷൻ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം, വൈഫിനെയോ ഹസ്ബൻഡിനെയോ കുറിച്ചുള്ള ചില ടെൻഷൻസ് ആയിരിക്കാം. അതാണ് ഞാൻ പറഞ്ഞത്. ഐ തിങ്ക് ഫാമിലി കോൺഫ്ലിക്ട്സ് ആണ് ഇവിടെ എനിക്ക് മെയിൻ ആയിട്ട് കാണുന്നത്. കുറച്ചൊരു സ്ട്രെസ് നടക്കുന്നുണ്ട് നിങ്ങൾക്ക്. ഓക്കെ, ബേർഡൻ ആയിട്ട് നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ട്, കാര്യങ്ങൾ സ്മൂത്തായിട്ട് പോകാത്തതുകൊണ്ടായിരിക്കാം. ഓക്കെ, ഒരു ലേശം സ്ട്രെസ്സും ടെൻഷനും നിങ്ങളുടെ മേലെ ബേർഡനും കൊണ്ട് നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ഒരു കാർഡ് കൂടി എടുത്തേക്കാം. ഓക്കെ, സ്ട്രെങ്ത് വെച്ച് നിങ്ങൾ പിടിച്ചു വെക്കുകയാണ്. ഓക്കെ, നിങ്ങൾ മാക്സിമം ഐ തിങ്ക് ഇത് കാര്യങ്ങൾ ബെറ്റർ ആക്കി കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്, എന്ത് തന്നെ തരത്തിലായാലും. ഓക്കെ, കൺഫ്യൂഷൻ, ഓക്കെ, നിങ്ങൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾ സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്, ബെറ്റർ ആക്കാൻ ശ്രമിക്കുന്നുണ്ട്, സിറ്റുവേഷൻ ബെറ്റർ ആക്കാൻ ശ്രമിക്കുന്നുണ്ട്. ചിലപ്പോൾ പാരന്റ് ആയിട്ടാണെങ്കിലും ശരി, അമ്മയോ അച്ഛനോ അല്ലെങ്കിൽ വൈഫോ ആയിട്ടോ എന്ത് തന്നെ ആയാലും, വൈഫോ ഹസ്ബൻഡോ ഒക്കെ ആരായാലും. ഓക്കെ, നിങ്ങൾ ബെറ്റർ ആക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, സോറി, ഇത് മാരീഡ് മാത്രം ആവണമെന്നില്ല. ഓക്കെ, സോറി, ഓക്കെ, മാരീഡ് മാത്രം ആവണമെന്നില്ല, നിങ്ങളുടെ റിലേഷൻഷിപ്സ് എന്നെടുത്തോളൂ. ഓക്കെ, നിങ്ങളുടെ ലൈക്ക് ഫാമിലി മെമ്പർ വേറെ ആരും ആവാം, സിസ്റ്റർ പോലെയുള്ള ആരെങ്കിലും ആവാം, ആര് വേണമെങ്കിലും ആവാം. ഓക്കെ, ഈവൻ ഫ്രണ്ട് ആവാം ഐ തിങ്ക്. ഓക്കെ, അതും നമുക്ക് ഇവിടെ പെടുത്താം, കാരണം നിങ്ങൾ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു മെമ്പർ, ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ആവാം, അങ്ങനെയും പറയാം. ഓക്കെ, ലൈഫ് പാർട്ട്ണർ തന്നെ ആവണമെന്നില്ല, ആരും ആവാം. ഓക്കെ, സോ യാ, ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് സിനാരിയോ എക്സ്പ്ലെയിൻ ചെയ്താൽ. ഓക്കെ, നിങ്ങൾ സ്ട്രെങ്ത് വെച്ച് പിടിച്ചു വെക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, ഈ സിറ്റുവേഷൻ ബെറ്റർ ആക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ മൊമെന്റിൽ ഐ തിങ്ക് നിങ്ങൾ വളരെയധികം എത്രത്തോളം ബേർഡൻ അനുഭവിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ ഐ തിങ്ക് അതിനെ മറച്ചു വെക്കുന്നുണ്ട്, നിങ്ങൾ ആരോടും പറയുന്നില്ല, എക്സ്പ്രസ് ചെയ്യുന്നില്ല, വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ കാര്യങ്ങൾ ബെറ്റർ ആക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് എന്നാണ് കാണുന്നത്. ഫ്യൂച്ചറിൽ ആക്ച്വലി ആക്ച്വലി നിങ്ങൾ പീസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകും എന്നാണ് കാണുന്നത്. ഓക്കെ, പീസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകും നിങ്ങൾ. ഐ തിങ്ക് കമ്മ്യൂണിക്കേഷൻ എന്ന രീതിയിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, എന്തെങ്കിലും തുടക്കം എന്ന രീതിയിൽ പറയാം. ബട്ട് നിങ്ങൾ ഓവറോൾ നിങ്ങൾ സാഡ് എനർജിയും കാണുന്നുണ്ട്, എനിക്ക് ചില സാഡ് എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് പേജ് ഓഫ് വോൺസ് പറയുമ്പോൾ നമ്മളൊരു പുതിയ ബിഗിനിങ്, തുടക്കം എന്ന രീതിക്കാണ്. ഓക്കെ, നിങ്ങൾ ഐ തിങ്ക് ഒരു ന്യൂ ചാപ്റ്റർ പോലെ നിങ്ങൾ ആക്കാൻ ശ്രമിക്കും. അപ്പോൾ ആരോടാണോ നിങ്ങൾ പ്രശ്നങ്ങളുള്ളത്, അല്ലെങ്കിൽ ഫാമിലിയിൽ ജസ്റ്റ് ജനറലി ഫാമിലിയിൽ ബാക്കിയുള്ളവരുമായിട്ട് നിങ്ങൾ എന്തെങ്കിലും സ്ട്രെസ്സൊക്കെ ആണെങ്കിൽ നിങ്ങൾ അതിൻ്റെ ബേർഡൻ അനുഭവിക്കുന്നുണ്ടാവും. സോ അതിനെ നിങ്ങൾ പീസ്ഫുൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകും എന്ന രീതിക്കാണ് കാണുന്നത്. അതിനുവേണ്ടി കുറച്ചുകൂടി നിങ്ങൾ സമാധാനപരമായിട്ട്, ഓക്കെ, നിങ്ങളൊരു നയപരമായിട്ട് സംസാരിക്കാം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ഓക്കെ, കാര്യങ്ങളെ ഒന്ന് ബെറ്റർ ആക്കുക എന്ന രീതിക്കൊക്കെ കാണുന്നുണ്ട്. സിറ്റുവേഷൻ ശരിയാവും എന്ന് തന്നെയാണ്. ബട്ട് ഐ തിങ്ക് അതിന് ഓക്കെ ട്രാൻസ്ഫോർമേഷൻ ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ചിലവർക്ക് ഇത് മൂവ് ഓൺ ചെയ്ത് പോകുന്നതായിട്ടും കാണാം. ഓക്കെ, കുറച്ച് പേർക്കെങ്കിലും നിങ്ങളെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ പ്രശ്നങ്ങളാണെങ്കിൽ മേ ബി അത് നിങ്ങൾ പിന്നിൽ ഉപേക്ഷിച്ച് മാറിപ്പോകുന്ന തരത്തിലും എനിക്ക് തോന്നുന്നുണ്ട്, കുറച്ച് പേർക്കെങ്കിലും. ഓക്കെ, ചിലവർക്ക് അങ്ങനെ കാണുന്നുണ്ട്. ഈഗോ ഡെത്ത് എന്ന് അല്ലെങ്കിൽ ഓക്കെ വാട്ട് ഐ ഫീൽ, എനിക്ക് ശരിക്കും തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊരു ഈഗോ നിങ്ങളുടെ വിട്ടുകളയും. ഓക്കെ, ഈഗോ ഒക്കെ മാറ്റി വെച്ച് ഐ തിങ്ക് നിങ്ങളൊന്ന് സറണ്ടർ ചെയ്യും. ഓക്കെ, നിങ്ങൾ തന്നെ സിറ്റുവേഷനെ നിങ്ങൾ വിട്ടുകൊടുക്കും അവിടെ എന്ന രീതിക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്.
ഓക്കെ, കുറച്ച് പേർക്ക് ഞാൻ പറഞ്ഞ പോലെ ഇവിടുന്ന് നിങ്ങൾ ഒന്നുമില്ലെങ്കിൽ ആ സിറ്റുവേഷൻ വിട്ട് മൂവ് ഓൺ ചെയ്യുക. നിങ്ങൾ ആക്ച്വലി സിറ്റുവേഷനെ വിട്ട് കളയായിരിക്കും. അതായത് ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട എന്ന രീതിക്കായിരിക്കാം. ഓക്കെ, ഒരു പുതിയ തുടക്കം പോലെ നമ്മളിനി ആ പാസ്റ്റിനെ അങ്ങോട്ട് ലെറ്റ് ഗോ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുന്ന പോലെ കണക്കാക്കാം. കുറച്ച് പേർക്കെങ്കിലും ചിലപ്പോൾ റിലേഷൻ വിട്ടുമാറി പോകുന്നതായിരിക്കും. ഓക്കെ, നിങ്ങളെ ബർഡൻ നിങ്ങൾക്ക് തരുന്ന റിലേഷൻഷിപ്സ് അത് നിങ്ങൾ പിന്നിൽ ഉപേക്ഷിക്കുകയായിരിക്കും. ഇപ്പോൾ ഫ്രണ്ട്സ് ആയാലും ശരി, ഓക്കെ, ഈവൻ ഫാമിലി ആയാൽ പോലും ഐ തിങ്ക് നിങ്ങൾ തൽക്കാലം എല്ലാവരുടെ അടുത്തുനിന്ന് ഒന്ന് മാറി നിൽക്കാൻ നിങ്ങൾ ശ്രമിക്കാം. അങ്ങനെ ആവാം. ഓക്കെ, ആൻഡ് ഇവിടെ കുറച്ച് നമ്മൾ ലോസ് എന്ന രീതിക്ക് കാണുന്നുണ്ട്. എനിക്ക് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതായിട്ട്. ഓക്കെ, മനസ്സമാധാനക്കുറവായിരിക്കും. ഓക്കെ, അങ്ങനെ പറയാം, മനസ്സമാധാനക്കുറവായിരിക്കും. അപ്പോൾ അതൊന്ന് നോക്കിയാക്കാൻ വേണ്ടി ചിലവർ നിങ്ങൾ ഈഗോ എല്ലാം മാറ്റിവെച്ച് ഒരു വിട്ടുകൊടുക്കുന്നതായിട്ടും എനിക്ക് തോന്നുന്നുണ്ട്. എൻഡിങ് എന്ന രീതിക്ക് ചിലവർക്ക് ഞാൻ പറഞ്ഞ പോലെ എൻഡിങ്സ് എന്നും കാണുന്നുണ്ട്. സെലിബ്രേഷൻ, ഓക്കെ, ഇല്ല, അതിനേക്കാൾ കൂടുതൽ എനിക്ക് ഐ തിങ്ക് നിങ്ങൾ നിങ്ങളുടെ ഈഗോ തന്നെ ഒന്ന് മാറ്റിവെച്ച് ഒരു പുതിയ തുടക്കത്തിന് വേണ്ടി ശ്രമിക്കുന്നതാണ്. ഓക്കെ, ഐ തിങ്ക് നിങ്ങൾ കോംപ്രമൈസിലേക്ക് വരും. ഓക്കെ, നിങ്ങൾ സിറ്റുവേഷൻ ഒന്ന് ബെറ്റർ ആക്കാൻ വേണ്ടി, സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട്, ഓക്കെ, നിങ്ങൾക്ക് ഒന്ന് എന്താ പറയുക, കാര്യങ്ങൾ മിണ്ടാതെ പീസ്ഫുൾ ആയിട്ട് പോട്ടെ എന്ന രീതിയിൽ ഐ തിങ്ക് നിങ്ങളെല്ലാം ലെറ്റ് ഗോ ചെയ്യുന്നതായിട്ട്, നിങ്ങളൊന്ന് ഫർഗീവ് ചെയ്ത് സറണ്ടർ ചെയ്യുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ഇവിടെ അപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് കുറച്ചുകൂടി സന്തോഷങ്ങൾ വരും എന്ന രീതി. ചിലവർ യാത്ര പോകാൻ തീരുമാനിക്കാം. ഓക്കെ, യെസ്, ഈ സ്ട്രെസ് എന്നൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു യാത്ര പോകാൻ തീരുമാനിക്കാം. ഓക്കെ, ആ യാത്ര നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഫ്രണ്ട്സ് എന്ന് കാണുന്നുണ്ട്. ഫ്രണ്ട്സുമായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക. ഒരു യാത്ര, യെസ്, ദൂരെ യാത്ര ആയിരിക്കാം. ഓക്കെ, അങ്ങനെയും പറയാം. ഇതും യാത്രയുടെ ആണ്. സോ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ കുറച്ച് പേര് ഐ തിങ്ക് ഈ സ്ട്രെസ്സിൽ നിന്നൊന്ന് പുറത്തു വരാൻ വേണ്ടി ചിലപ്പോൾ യാത്രകൾ പോവാം. അല്ലെങ്കിൽ നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ സിറ്റുവേഷൻ നിങ്ങളുടെ ഈഗോ ഒക്കെ വിട്ട് കളഞ്ഞ് ഒന്ന് കോംപ്രമൈസിലേക്ക് വരുന്നതായിട്ടും കാണുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾക്കൊരു സന്തോഷം വരുന്നതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്കൊരു അഡ്വൈസ് ആയിട്ട് അപ്പോൾ എടുത്തോളൂ. അതായത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതാണ്. ഓക്കെ, ഇവിടെ ഐ തിങ്ക് കോംപ്രമൈസ് മാത്രമേ നടക്കൂ. ചിലവർക്ക് നിങ്ങൾക്ക് ഒട്ടും പറ്റാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ അത് വിട്ട് മാറി പോവും വേണം, അതും അഡ്വൈസ് ഉണ്ട്. ഓക്കെ, അല്ലാത്തവർക്ക് നിങ്ങൾ സാധിക്കുന്നവർക്ക് ഒന്ന് തൽക്കാലം സിറ്റുവേഷൻ ശരിയാവാൻ വേണ്ടി നിങ്ങളുടെ ഈഗോനെ മാറ്റിവെച്ച് ഒന്ന് കോംപ്രമൈസ് ചെയ്യാനും അഡ്വൈസ് ഉണ്ട്. ഓക്കെ, സോ ഇതൊരുപാട് ഐ തിങ്ക് ദൂരത്തെ എനർജി അല്ല, ഇത് അടുത്തുള്ള എനർജിയാണ്. ഓക്കെ, ഞാൻ അതങ്ങനെ ഇറ്റ്സ് നോട്ട് വെരി ഫാർ ഫ്യൂച്ചർ എന്ന് പറയുന്നില്ല ഞാൻ. ഓക്കെ, നിങ്ങൾക്കുള്ള അഡ്വൈസസ് യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ് ആയിട്ട് എന്താ പറയുന്നത്? കമ്മിറ്റ്മെൻറ്റ്, ഓക്കെ, ഫ്രീഡം, ആൻസേഴ്സ്, ബൗണ്ടറീസ്. ഇതാണ് ഞാൻ പറഞ്ഞത്, ബൗണ്ടറി, എംപവർമെൻറ്റ്, എംപറർ കാർഡ് പോലെ അല്ലേ, ഫെർട്ടിലിറ്റി, സ്പിരിറ്റ് ഗൈഡ്. ഓക്കെ, വെൽബീയിങ്. നിങ്ങൾ നിങ്ങളുടെ സമാധാനം ചൂസ് ചെയ്യുക. ഓക്കെ, അതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ സമാധാനം ചൂസ് ചെയ്യുക. ഒന്നാമത്തെ കാര്യം. ഇവിടെ നിങ്ങൾ കമ്മിറ്റ്മെൻ്റ് എന്ന് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ബേർഡൻ എന്ന് പറയാം. നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഞാൻ ചെയ്തേ പറ്റൂ ചില കാര്യങ്ങൾ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. ബട്ട് അങ്ങനെ താങ്ങാൻ പറ്റാത്ത ഒരിക്കലും നിങ്ങളുടെ മേലേക്ക് വെക്കാൻ ഒരു യൂണിവേഴ്സും പറയുന്നില്ല, ഒരു ദൈവവും പറയുന്നില്ല. ഓക്കെ, താങ്ങാൻ പറ്റുന്നത് നിങ്ങൾ ചെയ്താൽ മതി. നിങ്ങളെ കൊണ്ടാവുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് പറയാനും അവിടെ ബൗണ്ടറി വെക്കാനും നിങ്ങൾക്ക് സാധിക്കണം. എനിക്ക് ചില സ്ഥലത്ത് നോ എന്ന് പറയാൻ പഠിക്കണം. ചില സ്ഥലത്ത് എൻ്റെ അടുത്ത് ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്ന് ചിലപ്പോൾ നിങ്ങൾ പറയാൻ പഠിക്കേണ്ടി വരും. ഓക്കെ, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെയല്ല വേണ്ടത്, എനിക്ക് പറ്റുന്നില്ല ഇങ്ങനെ എന്നൊക്കെ രീതിയിൽ നിങ്ങൾ ഒന്ന് തുറന്ന് പറയാൻ ചിലപ്പോൾ ശ്രമിക്കേണ്ടി വരും. ഫ്രീഡം എന്ന് കാണുന്നുണ്ട്. ഫ്രീഡം ആഗ്രഹിക്കും നിങ്ങൾ എന്നാണ് എനിക്ക് തോന്നുന്നത്. കമ്മിറ്റ്മെൻറ്റ്സ് എന്നെല്ലാം ഫ്രീഡം ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ മനസ്സിൽ. ഓക്കെ, ഐ തിങ്ക് അതാണ് ഞാൻ യാത്ര എന്നൊക്കെ പറഞ്ഞത്. എവിടെയെങ്കിലും യാത്ര പോവുക, ഫ്രീ ആയിട്ടിരിക്കുക, കുറച്ച് സമാധാനമായിട്ടിരിക്കുക, ആ രീതിക്ക് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇവിടെ ആൻസേഴ്സ് കാണുന്നുണ്ട്. ഓക്കെ, ഐ തിങ്ക് നിങ്ങൾ അങ്ങനെ കുറച്ചൊന്ന് ടൈം ഒന്ന് സ്പെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും, ആൻസേഴ്സ് കിട്ടും. ആൻഡ് ബൗണ്ടറീസ് വെക്കാൻ പഠിക്കുക നിങ്ങൾ. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ എത്രത്തോളം നിങ്ങൾ ചെയ്യണം, എത്രത്തോളം നിങ്ങൾ മറ്റുള്ളവരെ വിട്ടുകൊടുക്കണം, അല്ലെങ്കിൽ അതെല്ലാം നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ചില ബൗണ്ടറീസ് വെക്കാൻ നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. നിങ്ങൾ അവനവനെ ഒന്ന് സ്ട്രോങ് ആക്കുക. ഓക്കെ, അതും പറയാം. ഈഗോ മാറ്റിവെക്കൽ മാത്രമല്ല, ഐ തിങ്ക് നിങ്ങൾ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് മെച്ചുവേർഡായിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നു എന്ന രീതിക്കുമായിരിക്കാം ടാരോയിൽ കണ്ടതിൻ്റെ. ഓക്കെ, ഇവിടെ ഫെർട്ടിലിറ്റി കാണുന്നുണ്ട്. ചിലർ ഞാൻ പറഞ്ഞ പോലെ പുതിയ തുടക്കം എന്ന രീതിയിൽ. സോ ഫാമിലി മെമ്പേഴ്സായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ തമ്മിൽ വീണ്ടും ഒരു നല്ല തുടക്കവും. ഫെർട്ടിലിറ്റി എന്ന് പറയുമ്പോൾ ചിലവർക്ക് ഇവിടെ പ്രഗ്നൻസി കൂടിയാണ്. ഓക്കെ, പ്രഗ്നൻസി അല്ലെങ്കിൽ ഫാമിലി അഡീഷൻ വരിക, അങ്ങനെ രീതിയിൽ മാരേജ് ആവാം, അതും ആവാം, കാരണം കമ്മിറ്റ്മെൻ്റ് ഉണ്ട് ഇവിടെ. സോ കുറച്ച് പേർക്കെങ്കിലും ചിലപ്പോൾ നിങ്ങൾക്ക് മാരേജ് വരുന്ന കാര്യമായിരിക്കാം. ഓക്കെ, സോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ഒരു വരുന്ന കുറച്ച് സമയത്തിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, സോ ഇതൊരു ജനറൽ റീഡിംഗ് ആയിട്ട് ഞാൻ എടുത്താണ്. ടൈം ലിമിറ്റ് ഇല്ല, ടൈംലെസ് ആണ്. നിങ്ങൾ കാണുമ്പോൾ എപ്പോഴും നിങ്ങൾക്കിത് മാച്ച് ആവാം. ഓക്കെ, സോ ഓക്കെ, ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിംഗ്. ആൻഡ് ടാരോ ക്ലാസ്സിന് താല്പര്യമുള്ളവരെ കോൺടാക്ട് ചെയ്യും. ഓക്കെ, എല്ലാവർക്കും നന്ദി, നമസ്കാരം.